ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നമുക്ക് ഹോപ്പ് ചാനലിൽ കൂടി കാണുവാൻ ദൈവം ഇടയാക്കിയതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഈ വചനം കേൾക്കുവാൻ കടന്നു വന്ന നിങ്ങളെല്ലാവരെയും ദൈവത്തിൻ്റെ നാമത്തിൽ ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സന്ദേശം തുടങ്ങുന്നതിന് മുൻപായിട്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമാകുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ കേൾവിക്കാരായ ഓരോ മക്കളെയും അവരുടെ കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും ചെയ്യണമേ. അവർ കേൾക്കുന്ന വചനത്തെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നല്ല ജീവിതം നയിപ്പാൻ വരുന്ന ആളുകളിൽ ഇടം നൽകണം. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം സകലത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പ്രതിപാദിക്കുകയാണ്: നാം ആരാണ് എന്ന് ദൈവം അറിയുന്നു. ഹീ നോസ് ഹൂ വി ആർ. നാം ആരാകുന്നു? നാം വേദപുസ്തകം പരിശോധിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 15 വരെയുള്ളതായ വേദഭാഗങ്ങൾ നാം കടന്നു പോകുമ്പോൾ അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: മോശ ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ് വരെ തൻ്റെ ആടുകളെ കൊണ്ടുചെന്നു. നമുക്കറിയാം, മോശ ഇത്രോവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ പർവ്വത നിരകളിലൊക്കെയും കടന്നുപോയ ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ഈ പ്രദേശത്ത് ഇതിനു മുൻപ് പല തവണ കടന്നു ചെന്നിട്ടുള്ളതായ മനുഷ്യനാണ്. എന്നാൽ അന്ന് ഒരു പ്രത്യേക ദിവസം ഒരു പ്രത്യേകമാകുന്ന കാഴ്ച മോശ കാണുന്നതായി ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഇതേ അധ്യായം 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു മുൾപ്പടർപ്പ് കത്തുന്നതായി മോശ കാണുന്നു. ആ മുൾപ്പടർപ്പ് കത്തുമ്പോൾ മോശ എന്താണ് താൻ കാണുന്നത് എന്ന് അത് സൂക്ഷിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം മാത്രമാണ് തീയുള്ളത്. താഴെ അല്ലെങ്കിൽ നിലത്ത് തീയുടെ ഒരു അംശവുമില്ല എന്ന് കണ്ടു. എന്നാൽ അതിനെ കൂടുതൽ കാണുന്നതിന് വേണ്ടി അദ്ദേഹം അതിന് അടുത്തേക്ക് ചെല്ലുമ്പോൾ ദൈവം മോശയെ വിളിച്ചിട്ട് പറയുകയാണ്: മോശയെ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്, നീ ഇതിനോട് അടുത്ത് വരികേണ്ട എന്നതിന് ശേഷം ചില ആഹ്വാനങ്ങൾ മോശയോട് നൽകുന്നു. ദൈവം മോശയെ വിളിക്കുന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ്. ഇതാ ഞാൻ എന്ന് മോശ പറഞ്ഞപ്പോൾ ദൈവം ആരാണ് എന്ന് ദൈവം വെളിപ്പെടുത്തുന്നതായി നമുക്ക് കാണുവാൻ സാധ്യമാകും. മോശയുടെ ഉത്തരം ഇതായിരുന്നു: ഇതാ ഞാൻ. പല സമയങ്ങളിലും ദൈവം നമ്മെ എല്ലാവരെയും വിളിക്കുന്നുണ്ട്. പല സമയങ്ങളിലും നാം ദൈവത്തിൻ്റെ വിളികൾ കേൾക്കാറുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും നാം അതിന് ഉത്തരം പറയാറില്ല. ഇതാ ഞാൻ എന്ന് പറയുവാനായിട്ട് നമുക്ക് സാധ്യമായിട്ടുണ്ടോ? കഴിഞ്ഞ നാളുകളിലൊക്കെയും നാം ദൈവത്തോട് അനുരൂപരായി, ദൈവവിശ്വാസത്തിലായി, ദൈവസ്നേഹത്തിലായി ജീവിക്കുന്നവരെന്നൊക്കെയും പ്രതിപാദിക്കുമ്പോൾ നമുക്ക് യഥാർത്ഥമായി ദൈവത്തെ തിരിച്ചറിയുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? മോശയെ ദൈവം വിളിച്ചു. തൻ്റെ 40-ാമത്തെ വയസ്സിൽ മോശ ഫറവോൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട് ഇപ്പോൾ മരുഭൂമിയിൽ ഏതാണ്ട് ആടിനെ മേയിക്കുകയാണ്. ഏതാണ്ട് 40 വർഷക്കാലം അവിടെ ആടിനെ മേയിച്ചു കൊണ്ട് നിൽക്കുന്നതായ മോശയെ തൻ്റെ 80-ാമത്തെ വയസ്സിൽ ദൈവം വിളിച്ചിട്ട് പറയുകയാണ്: മോശേ, നീ എന്തു ചെയ്യണം? നീ ഞാൻ പറയുന്നത് പോലെ ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് പ്രവർത്തിപ്പാൻ പോകേണ്ടിയിരിക്കുന്നു. കാരണം എന്താണെന്നറിയാമോ? ഇത്ര നാൾ മോശ ദൈവത്തിൻ്റെ വിളി കേൾക്കുവാൻ വേണ്ടി കാത്തിരുന്നത് എത്ര നാളാ? നീണ്ട 80 വർഷം. നാം ഓരോരുത്തരും എത്ര നാളായി ക്രിസ്തുവിൻ്റെ വിളിക്കായി കാത്തിരിക്കുന്നു? ദൈവത്തിൻ്റെ വിളി എനിക്കും നിങ്ങൾക്കും ആവശ്യമില്ലേ? നാം ദൈവസന്നിധിയിലായിട്ട് ദൈവത്തിൻ്റെ യഥാർത്ഥ മക്കളായിട്ട് വിളി കേട്ട് യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊണ്ട് ജീവിച്ചു കൊള്ളാമെന്ന് തീരുമാനമെടുത്തുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ടിട്ട് എത്ര നാളുകളായി? ചിലർ പറയും ഞാൻ 20 വർഷം വിശ്വാസിയായി, ചിലർ പറയും ഞാൻ 30 വർഷമായി, ചിലർ പറയും 15 വർഷമായി, 10 വർഷമായി. എന്നാൽ ഇവിടെയൊക്കെയും നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ഉയർത്തി കാണിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? യഥാർത്ഥമായ ദൈവവിളിക്കനുസരിച്ചാണോ ഞാനും നിങ്ങളും ജീവിക്കുന്നത്? മോശയുടെ ജീവചരിത്രത്തെക്കുറിച്ച് നാം ചിന്തിക്കുകയാണെങ്കിൽ ഈ വിളി എന്ന് പറയുന്നത് ഒരു നിർണായകമായ കാലയളവിൽ, ഒരു നിർണായകമായ വഴിത്തിരിവിൽ ആയിരുന്നു എന്ന് കാണുവാൻ സാധ്യമാകും. ജീവിതത്തിൻ്റെ വഴിത്തിരിവ്, എ ടേണിംഗ് പോയിൻ്റ് ഓഫ് ലൈഫ്. മോശയുടെ ജീവിതത്തിലും അപ്രകാരം ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. ദൈവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവിൻ്റെ നിമിഷം,
ദൈവത്തിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനുള്ളതായ അവസരം, ദൈവത്തിൻ്റെ പദ്ധതി എന്ത് എന്ന് മനസ്സിലാക്കുവാനുള്ള അവസരം. പ്രിയ ദൈവമക്കളെ, ഞാനും നിങ്ങളും ഓർത്തിരിക്കേണ്ടത്, ഈ നാളുകളിൽ ദൈവത്താൽ വിളിക്കപ്പെട്ടവരായ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മളിൽ എത്ര പേര് ആ വിളിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്? വേദപുസ്തകത്തിൽ അനേക കഥകൾ നമുക്ക് കാണുവാൻ സാധ്യമാകും. ദാനിയേലിനെ ദൈവം വിളിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധ്യമാകും. ശമൂവേലിനെ ദൈവം വിളിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധ്യമാകും. അവരൊക്കെയും ദൈവ വിളിക്കനുസരിച്ച് ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ, ദൈവ വിളിക്കനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുവാൻ, ദൈവത്തിൻ്റെ ഹിതം പ്രവർത്തിക്കുവാൻ വേണ്ടി അവരുടെ ശിഷ്ടായുസിനെ മാറ്റിവെച്ചതായി നമുക്ക് കാണുവാൻ സാധ്യമാകും. അപ്രകാരം ഒരനുഭവമാണ് നമുക്ക് ഓരോരുത്തർക്കും ദൈവം നൽകിയിരിക്കുന്നത്. വ്യക്തി ജീവിതത്തിൽ നാം ദൈവത്തിൻ്റെ വിളിക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട്, ദൈവത്തോട് ഈടാർന്ന ബന്ധം കെട്ടിപ്പടുത്തുകൊണ്ട്, ദൈവഹിതം ഇന്നതാണ് എന്നിൽ കൂടി പ്രവർത്തിക്കേണ്ടത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ ദൈവം പറയുകയാണ്, നിന്നെ ഞാൻ വാലല്ല തലയാക്കും. നമ്മളിൽ എത്ര പേർ ദൈവത്തിൻ്റെ വിളിക്ക് അനുസൃതമായി ജീവിതത്തെ ക്രമീകരിച്ചിട്ടുണ്ട്? ദൈവം നമ്മെ അറിയാം. നമ്മെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ദൈവത്തിനറിയാം. ദൈവത്തിനറിയാതെ ഒന്നുമില്ല. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ ഭൂമിയിലാക്കിയിരിക്കുന്നതും ഒരു ദൈവീക നിയോഗമാണ്. ആ നിയോഗത്തിനനുസരിച്ച് പ്രവർത്തിക്കണം. നാം മോശയുടെ ജീവിതത്തിലേക്ക് വീണ്ടും കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധ്യമാകും, ദൈവം മോശയെ വിളിച്ച് ഒരു പ്രത്യേക ദൗത്യമൊരുക്കിയത് എന്താണ്? ദൈവത്തിന് ഹിതത്തിനനുസരിച്ച് ഒരു പറ്റം ജനം കഷ്ടതയിലും കണ്ണുനീരിലുമായിരിക്കുന്നു ദൈവമക്കള്. അവരെ വിളിച്ച് വേർതിരിച്ച് ദൈവം ഒരുക്കിയിരിക്കുന്നതായ നിത്യരാജ്യത്തിലേക്ക്, അല്ലെങ്കിൽ കനാൻ ദേശത്തിലേക്ക്, പാലും തേനും ഒരുങ്ങുന്ന ഒരു രാജ്യത്തിലേക്ക് അവരെ എല്ലാവരെയും എത്തിക്കണമെന്നുള്ള ഒരു ദൗത്യം ദൈവം നൽകുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. മോശയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിൽ ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി കഷ്ടം സഹിക്കുവാൻ താൻ സന്നദ്ധനായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. പുതിയ നിയമത്തിൽ നാം കാണുന്നതായ സകലത്തിൻ്റെ സൃഷ്ടിയും പരിപാലകനുമായ ക്രിസ്തുവിൻ്റെ അനുയായികളായിരിക്കുന്ന ഞാനും നിങ്ങളും ഈ നാളുകളിലും മോശയെപ്പോലെയുള്ള തീരുമാനമെടുക്കണം. കാരണം ഈ നാളുകൾ നമുക്കായിട്ടുള്ളതായ നാളുകളാണ്. യോഹന്നാൻ 1:48-49 വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ സന്ദർഭം അറിയാൻ നമുക്ക് കഴിയും. യോഹന്നാൻ്റെ ശിഷ്യന്മാർ അവരെന്താണ് പറഞ്ഞതെന്നറിയാമോ? ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നത് നാം കണ്ടെത്തിയിരിക്കുന്നു. അവർ യോസേപ്പിൻ്റെ പുത്രനായ നസ്രയത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, നാം ഓർത്തിരിക്കേണ്ടത്, ദൈവം നമ്മെ ഓരോരുത്തരെയും ഒരു സ്ഥാനത്താക്കിയിരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിളിക്കനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടി മോശ എപ്രകാരം ഒരു ജനത്തെ വിളിച്ചു വേർതിരിക്കുവാൻ സന്നദ്ധനായോ, അപ്രകാരം ഈ നാളുകളിൽ പുതുതലമുറകളെ, അല്ലെങ്കിൽ ഈ നാളുകളിൽ ദൈവത്തിൻ്റെ സന്ദേശവാഹകരായി തീർന്നുകൊണ്ട് ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്ന അനേകരെ ക്രിസ്തുവിങ്കിലേക്ക് നയിപ്പാനുള്ളതായ ഉത്തരവാദിത്വം എന്നിലും നിങ്ങളിലും നമ്മളിൽ ഓരോരുത്തരിലും നിക്ഷിപ്തമായിട്ടുണ്ട്. ആ വിളിക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട്, ആ വിളിക്കനുസരിച്ച് നാം മുൻപോട്ട് കടന്നു പോകുമ്പോൾ മാത്രമേ ദൈവിക പ്രവൃത്തി നമ്മളിൽ കൂടി സാധ്യമാകുവാൻ ഇടവരികയുള്ളൂ. മത്തായിയുടെ സുവിശേഷം പറയുന്നു 19:21, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ ആവശ്യം, നിത്യജീവൻ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ അരികിലേക്ക് കടന്നു ചെല്ലുന്നതായിട്ട് കാണുവാൻ സാധ്യമാകും, അഥവാ ക്രിസ്തുവിൻ്റെ അരികിലേക്ക്. അപ്പോൾ അദ്ദേഹത്തിനോട് കർത്താവ് പറയുന്നത് എന്താണ്? നീ കുല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, അങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹത്തിനോട് പറയും. കൽപ്പനയിൽ അനുസൃതമായിട്ടുള്ളത്, വേദപുസ്തകത്തിൽ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെയും പറയുമ്പോൾ ആ യൗവനക്കാരൻ പറയാണ്, ഇതൊക്കെയും ഞാൻ പ്രമാണിച്ചു പോരുകയാണ്. ഇന്ന് നമ്മുടെയൊക്കെയും അവസ്ഥ ഇത് തന്നെയാണ്. നമ്മളോട് ചോദിക്കുകയാണ്, നീ ദൈവത്തെ പിൻപറ്റുവാൻ, ഞാൻ നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും, ഇത് തന്നെ നമ്മൾ പറയും, ഞാൻ ദൈവകൽപ്പന അനുസരിക്കുന്നുണ്ട്, ഞാൻ ദൈവത്തിൻ്റെ ആലയത്തിൽ പോകുന്നുണ്ട്, ഞാൻ പള്ളിയിലെ മറ്റ് ശുശ്രൂഷകളിൽ പങ്കാളിയാകുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഞാൻ നിർവഹിക്കപ്പെടുന്നുണ്ട്, എന്നിൽ യാതൊരു കുറവുമില്ല.
ഞാൻ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ് എന്ന് പറയും. പക്ഷേ ഇവിടെ കണ്ടതായ യൗവനക്കാരൻ എന്ത്? അവൻ പറഞ്ഞു ഇതൊക്കെ ഞാൻ. എന്നാൽ അവനോട് ദൈവം യേശു ക്രിസ്തു പറയുന്ന സൽഗുണപൂർണ്ണനായിരിക്കുവാൻ നീ ഇച്ഛിക്കുന്നുവെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും എന്ന് പറഞ്ഞു. അവൻ വളരെ ധനമുള്ളവനായതുകൊണ്ട് ദുഃഖിച്ച് കടന്നുപോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാം ഓരോരുത്തരും ഓർത്തിരിക്കേണ്ടത്, നമ്മുടെയൊക്കെയും ജീവിതത്തിൽ ഇപ്രകാരം പല അനുഭവങ്ങളുണ്ട്. നമുക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കുക എന്നുള്ളതല്ല, മറിച്ച് നാം ഓർത്തിരിക്കേണ്ടത് നാം സഹജീവിയോട് സഹതാപമുള്ളവരായിരിക്കണം, മറ്റുള്ളവനെ കരുതുന്നവനായിരിക്കണം, മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായിരിക്കണം. അതോടൊപ്പം ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് ജീവിക്കുന്നവരായിരിക്കണം. നാം എപ്പോഴും ആവർത്തിക്കുന്നതായ ഒരു ദൈവവചനമുണ്ട്. വെളിപ്പാട് പുസ്തകം 14:12 ദൈവകൽപ്പനയും യേശുവിങ്കിലുള്ള വിശ്വാസവും കാത്തുകൊണ്ട് ജീവിക്കുന്നവർ. നാം ദൈവകൽപ്പനയ്ക്ക് അനുസൃതമായി ജീവിക്കുവാൻ വേണ്ടി ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിച്ചു കൊള്ളാമെന്നുള്ള തീരുമാനമെടുത്തവരാണ്. എന്നാൽ പലപ്പോഴും നാം വീണു പോകുന്ന അവസ്ഥയുണ്ട്. ജീവിതത്തിൽ നമുക്ക് കഷ്ടതകൾ നേരിടുമ്പോൾ നാം ദൈവത്തെയും ദൈവഹിതത്തെയും മറന്നുപോകും. ഉത്തരവാദിത്വത്തിൽ നിന്ന് നാം പലപ്പോഴും വ്യതിചലിക്കും. മോശയെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്വത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു. ദൈവത്തിൻ്റെ ഹിതം എന്താണ് എന്ന് അറിഞ്ഞ് ദൈവത്തിനെയും ദൈവത്തിൻ്റെ വിളിക്കനുസരിച്ച് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അത് പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി മുൻപോട്ട് പോകുന്ന ഒരു മനുഷ്യനെ നമുക്ക് കാണുവാൻ സാധ്യമാകും. പ്രിയ സഹോദരങ്ങളെ, പ്രിയ കേൾവിക്കാരെ, നാം ഓർത്തിരിക്കേണ്ടത്, നാം ഈ ഭൂമിയിൽ എത്ര നാൾ ജീവിക്കുമെന്ന് നമുക്കറിയത്തില്ല. നാം ജീവിക്കുന്നത്രയും കാലം ദൈവ വിളിക്കനുസരിച്ച് ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിന് വേണ്ടി ഉത്തമ സാക്ഷികളായി നിലനിൽക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നാം അല്പം മുമ്പ് കണ്ട പുതിയ നിയമത്തിൽ കണ്ടതായ പോയ ആ ചെറുപ്പക്കാരനെ പോലെ ആയിപ്പോകും. എല്ലാം ഞാൻ അനുസരിക്കുന്നവനാണ്, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവനാണ്, എല്ലാം കൃത്യനിഷ്ഠതയോടുകൂടി നിർവഹിക്കുന്നവനാണ്, പക്ഷേ എനിക്കെല്ലാം ഉപേക്ഷിച്ചിട്ട് പോരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് അവൻ്റെ ധനത്തെയും അവൻ്റെ സമ്പത്തിനെയും അവൻ്റെ ഭവനത്തെയും അവൻ്റെ പ്രിയപ്പെട്ടവരെയും ഓർത്തുകൊണ്ട് അവൻ പിന്തിരിഞ്ഞു പോകുന്നതായി നമുക്ക് കാണുവാൻ സാധ്യമാകും. എന്നാൽ മോശ എന്ന് പറയുന്നതായ ആ മനുഷ്യൻ ആ വിളിക്കനുസരിച്ച് തൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധ്യമാകും. ആ മനുഷ്യൻ പറയുകയാണ്, എൻ്റെ ജനത്തിന് വേണ്ടി ഞാൻ കഷ്ടം സഹിക്കുവാൻ സന്നദ്ധനാണ്. നമുക്ക് നമ്മുടെ ജനത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി, ഈ ലോകത്തിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ കഴിയുന്നുണ്ടോ? ഓരോ ദിവസവും ഓരോ മണിക്കൂറുകളും നാം വൃഥാ ചിലവഴിക്കുന്നതായ സമയങ്ങളുണ്ട്. ഇന്ന് തൊഴിൽ മേഖലകളിലാണെങ്കിലും മറ്റ് മേഖലകളിലൊക്കെയും പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഓർത്തിരിക്കേണ്ടത്, നിങ്ങളിൽ കൂടി ഒരു ദൗത്യപൂർത്തീകരണം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഏത് മേഖലകളുമായി ബന്ധപ്പെട്ടിട്ട് ഇരിക്കട്ടെ, നിങ്ങൾ ഏത് തൊഴിൽ മേഖലകളിലായിരിക്കട്ടെ, നിങ്ങൾ ഏത് അവസ്ഥയിലായിരിക്കട്ടെ, അവിടെയൊക്കെയും ദൈവത്തെ ഉയർത്തി കാണിക്കുന്നവരായിരിക്കണം. അത് നിങ്ങളുടെ പ്രവൃത്തി മേഖലകളിൽ, നിങ്ങളുടെ യാത്രാമധ്യേ, നിങ്ങളുടെ ഭവനത്തിലായിരിക്കുമ്പോൾ അവിടെയൊക്കെയും ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്നവരായിരിക്കണം. നമ്മുടെ വിളിക്കനുസരിച്ച് പ്രവർത്തിക്കുവാൻ നമുക്ക് സാധ്യമായില്ലെങ്കിൽ ഞാനും നിങ്ങളും ഈ ഭൂമുഖത്ത് നിന്ന് മാറ്റപ്പെടുമ്പോൾ നാം ഒന്നും നേടിയവരായിട്ടല്ലായിരിക്കും കടന്നു പോകുന്നതെന്ന കാര്യം മറന്നു പോകരുത്. മോശയെ ദൈവം വിളിച്ചു, ഞാൻ പറയുന്ന പോലെ പ്രവർത്തിക്കുവാൻ പറഞ്ഞപ്പോൾ ആ കാര്യങ്ങളൊക്കെയും കൃത്യതയോടുകൂടി ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ തന്നാൽ നയിക്കപ്പെട്ടതായ ജനം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതായി കാണുവാൻ സാധ്യമാകും. അവർ ദൈവത്തോട് എപ്പോഴും പിറുപിറുക്കുന്നതായി നമുക്ക് കാണുവാൻ സാധ്യമാകും. ആ പിറുപിറുപ്പിൻ്റെ മധ്യേയും ദൈവത്തോട് പക്ഷപാതം ചെയ്യുവാൻ തക്കവണ്ണം യോഗ്യനായ ഒരു മനുഷ്യൻ, ദൈവത്തോട് ആലോചന എപ്പോഴും ചോദിച്ചുകൊണ്ട് ഈ ജനത്തിൽ നിന്ന് വരുന്ന നാശങ്ങളിൽ നിന്നൊക്കെയും അവരെ വിടുവിക്കണമെന്ന് ദൈവത്തോട് അഭയയാചന കഴിക്കുന്നതായ മോശയെ നമുക്ക് കാണുവാനായിട്ട് സാധ്യമാകും. എത്രമാത്രം സമർപ്പണമുള്ള, എത്രമാത്രം ത്യാഗ മനോഭാവമുള്ള
എത്രമാത്രം കരുതലിൻ്റെ മനസ്സുള്ള ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ടാണ് ദൈവം തന്നെ പറഞ്ഞ് മോശയെപ്പോലെ സൗമ്യനായ ഒരു മനുഷ്യനെ വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയില്ല. മോശയെപ്പോലെ സൗമ്യനായ ഒരു മനുഷ്യൻ. നാം ഓരോരുത്തരും ഓർത്തിരിക്കണം, നമുക്ക് സൗമ്യതയും ശാന്തതയും ഒക്കെ ഉള്ളതായ ജീവിതാനുഭവം ഉണ്ടാകാം. നാം ദൈവത്തിന് പാടുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നവരായിരിക്കാം, നാം വേദപുസ്തകം പഠിക്കുന്നവരായിരിക്കാം. എന്നാൽ നാം ഓർത്തിരിക്കണം, നമ്മുടെ പഠനങ്ങൾ അതൊക്കെയും ദൈവത്തിന് ഹിതമാമണ്ണമാണോ? നമ്മുടെ പ്രവർത്തികൾ ദൈവത്തിന് ഹിതമാമണ്ണമാണോ? നാം സത്യത്തിൽ ദൈവത്തെ ആരാധിക്കുകയും സത്യത്തിൽ ദൈവത്തെ ഉൾക്കൊള്ളുന്നവരാണോ? മോശയുടെ ജീവിതം നമുക്ക് മാതൃകയാണ് എങ്കിൽ ഞാനും നിങ്ങളും ഓർത്തിരിക്കണം, നമ്മുടെ ജീവിതം എപ്രകാരമുള്ളതാണ്. സത്യവിശ്വാസികളായിട്ടാണോ നാം ജീവിക്കുന്നത്? ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരായിട്ടാണോ നാം ഓരോരുത്തരും ജീവിക്കുന്നത്? മത്തായിയുടെ സുവിശേഷം 9:9 പറയുന്നു, കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, ഒരു മനുഷ്യൻ്റെ വീട്ടിൽ ചെന്നിട്ട്, അല്ല മത്തായി എന്ന് പറയുന്നതായ ആ മനുഷ്യൻ്റെ ഒരിക്കൽ ചെന്ന്, അവൻ ചുങ്കം പിരിക്കുന്ന ആളായിരുന്നു, അവനോട് പറഞ്ഞു, നീ എന്നെ അനുഗമിക്കുക. അവൻ യേശുവിനെ അനുഗമിക്കുന്നതായി കാണുവാൻ സാധ്യമായി. പ്രിയമുള്ളവരെ, നാം ഓർത്തിരിക്കേണ്ടത്, ഏതവസ്ഥയിലുള്ള മനുഷ്യരെയാകാം നാം കണ്ടുമുട്ടുന്നത്. ആ മനുഷ്യരെയൊക്കെയും പലപ്പോഴും നമ്മൾ കുറ്റം വിധിച്ച് മാറ്റി നിർത്തുന്നതായി കാണുവാൻ സാധ്യമാകും. അവൻ നമ്മളോടൊപ്പം ചേരുവാൻ പറ്റുന്ന ആളല്ല, അവന് ജീവിതത്തിൽ കുറവുകളുള്ളവനാണ്. എന്നാൽ ഓർത്തിരിക്കുക, നാം ദൈവത്തിൻ്റെ മക്കളായി വിളിക്കപ്പെട്ടപ്പോൾ കർത്താവ് ഈ ഭൂമിയിൽ വന്നത് പാപികളെ രക്ഷിപ്പാനാണ്. കർത്താവിൻ്റെ ശിഷ്യന്മാരാണ് ഞാനും നിങ്ങളും. യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരാണ്. അവിടെ യാതൊരു വേർതിരിവിനും യാതൊരു വിധമായ ഡിസ്ക്രിമിനേഷനുമില്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന, ഏകോദര സഹോദരന്മാരായിട്ട് കാണുന്ന, ഒരുമനപ്പെട്ട് ഐക്യത്തോടും സമർപ്പണത്തോടും കാണുന്നതായ ഒരു സമൂഹമാണ് നാം. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നാം ദൈവത്തെ സാക്ഷീകരിക്കുന്നവരായി തീരുമ്പോൾ, മോശ ദൈവത്തിൻ്റെ വിളിക്കനുസരിച്ച് തൻ്റെ ജനത്തെ എപ്പോഴും നയിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധ്യമാകും. ദൈവത്തിൻ്റെ ഹിതമാണ് മോശയിൽ കൂടി ജനം അനുഭവിച്ചറിഞ്ഞത്. എന്നാൽ ദൈവത്തെ പലപ്പോഴും മറന്നു പോകുന്ന ഒരു ജനത്തെ നമുക്ക് കാണുവാൻ സാധ്യമാകും. പ്രിയമുള്ള എൻ്റെ സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ നാം കടന്നു വരുമ്പോൾ പുതിയ നിയമത്തിലും നമുക്ക് അനേക വ്യക്തി ജീവിതങ്ങളെ കാണുവാൻ സാധ്യമാകും. അവരൊക്കെയും ദൈവത്തെ കണ്ടുമുട്ടിയപ്പോൾ അവരുടെ ജീവിതത്തിന് വ്യതിയാനം വരുത്തി. മേരി മഗ്ദലിൻ എന്ന് പറയുന്നതായ ഒരു സഹോദരിയെ നമുക്ക് കാണുവാൻ സാധ്യമാകും വേദപുസ്തകത്തിൽ. അവർ ആ കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിനെ കണ്ടെത്തുന്ന സമയം മുതൽ പിന്നീട് അവർ ദൈവത്തോടൊപ്പം ആയിരിക്കുന്നൊരവസ്ഥയുണ്ടായി, ക്രിസ്തുവിനോടൊപ്പം ഉണ്ടാകുന്നൊരവസ്ഥയുണ്ടായി. നിക്കോദോമസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണുവാൻ സാധ്യമാകും വേദപുസ്തകത്തിൽ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ കണ്ടെത്തിയപ്പോൾ ഒരു വ്യതിയാനമുള്ളവനായി ജീവിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധ്യമാകും. ഓരോ വ്യക്തികളെയും നമ്മുടെ ജീവിതത്തിലേക്ക് എടുത്തു നോക്കുമ്പോൾ അവരൊക്കെയും ക്രിസ്തുവിനെ കണ്ടെത്തിയപ്പോൾ അവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടായി. പിന്നീടുള്ളതായ സമയം ക്രിസ്തുവിനോടൊപ്പം ആയിത്തീരുന്നതായി നമുക്ക് കാണുവാൻ സാധ്യമാകും. ഈ വ്യക്തി ജീവിതങ്ങളെയൊക്കെ നാം പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രവും പഠിക്കാനും ഇപ്പോഴുള്ള ചരിത്രം പഠിച്ചാലും അവിടെയൊക്കെയും നമുക്ക് കാണുവാൻ കഴിയുന്നത്, ദൈവത്തെ കണ്ടെത്തിയവർ, ക്രിസ്തുവിനെ കണ്ടെത്തിയവർ അവരുടെ ജീവിതത്തിൽ പിന്നോട്ട് പോകുന്നൊരവസ്ഥയില്ല. അവർ കണ്ടെത്തിയ നാൾ മുതൽ ക്രിസ്തുവിനോടൊപ്പമായി തീരുവാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം ക്രിസ്തുവിനെ കണ്ടെത്തി ക്രിസ്തുവിൻ്റെ പാത പിന്തുടരുന്നു. നാം പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും നാം എല്ലാവരും ദൈവത്തിൻ്റെ സാക്ഷ്യമുള്ളവരായി, ക്രിസ്തുവിൻ്റെ സാക്ഷ്യമുള്ളവരായി, പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ളവരായി, ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരായി തീരുമ്പോൾ ഒരിക്കൽ പോലും വീണു പോകാതെ, ഒരിക്കൽ പോലും നഷ്ടപ്പെട്ടു പോകുന്നവരുടെ ഗണത്തിലായി തീരാതെ, നമ്മെ വിളിച്ചവൻ വിശ്വസ്തനാണെന്നുള്ളതായ ഏക ലക്ഷ്യത്തോടുകൂടി, ഏക പ്രത്യാശയോടുകൂടി എപ്പോഴും കാത്തിരിക്കേണ്ട നാളുകളാണ്. ഈ നാളുകളിൽ നാം ആ വിളിക്കനുസരിച്ച് ജീവിച്ചില്ല എങ്കിൽ നമുക്ക് കാണുവാൻ സാധ്യമായി നാം കണ്ടതായ പിന്തിരിഞ്ഞു പോയതായ സഹോദരനെ പോലെ, ഇതൊക്കെ ഞാൻ അറിയാവുന്ന ആളാണ്, ഇതൊക്കെ ഞാൻ അനുസരിക്കുന്ന ആളാണ്, പക്ഷേ എനിക്ക് ചില കാര്യങ്ങളെ വിട്ടുപിരിയുവാൻ കഴിയത്തില്ല എന്നുള്ളതായ ചിന്താഗതിയോടുകൂടി പിന്തിരിഞ്ഞു പോകുന്ന ആളുകളെ കാണുവാൻ സാധിച്ചു. അതുകൊണ്ട് ഓർത്തിരിക്കുക,
മോശ നമ്മുടെ ജീവിതത്തിന് ഒരു മാതൃകയായിരിക്കണം. നിക്കോദിമോസ് നമ്മുടെ ജീവിതത്തിൽ ഒരു മാതൃകയായിരിക്കണം. അങ്ങനെ പലരും നമ്മുടെ ജീവിതത്തിൽ മാതൃകയുള്ളവരായി നമുക്ക് വേദപുസ്തകത്തിൽ ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞാൽ, അവരുടെ ജീവിതം നമ്മുടെ ജീവിതവുമായി തുലനം ചെയ്തുകൊണ്ട് നമുക്കൊരു വിലയിരുത്തൽ നടത്തുവാൻ സാധിച്ചാൽ, അവർ കാണിച്ചു തന്ന മാതൃക നമ്മുടെ ജീവിതത്തിൻ്റെ മാതൃകയായി ഉൾക്കൊണ്ടാൽ ക്രിസ്തുവിനോട് നമുക്ക് ഓരോരുത്തർക്കും അനുരൂപരായി ജീവിക്കുവാൻ കഴിയും. ദൈവം നമ്മെ അതിനുവേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. അതാണ് നമ്മുടെ ഉത്തരവാദിത്വം. നാം ഈ ഭൂമുഖത്ത് ജീവിക്കുന്നത്രയും കാലം വിശ്വസ്തത പുലർത്തിക്കൊണ്ട്, ദൈവത്തിന് ഹിതമാമണ്ണം ജീവിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ സാക്ഷ്യമുള്ളവരായി ജീവിക്കുന്ന അനുഭവമുണ്ടായാൽ ഞാനും നിങ്ങളും എന്നെന്നും വിശ്വസ്തയോടുകൂടി കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷത വരെയും അവന് വേണ്ടി നിലകൊള്ളുന്നവരായി തീരുവാൻ സാധ്യമാകും. എന്നാൽ പലപ്പോഴും കാലത്തിൻ്റെ വ്യതിയാനത്തിൽ നാം അകപ്പെട്ട് ദൈവത്തിൻ്റെ ഹിതത്തിൽ നിന്ന് അകന്നു പോകുന്നതായി നമുക്ക് കാണുവാൻ സാധ്യമായി തീരും. അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്ന ഞാനും നിങ്ങളും ഓർത്തിരിക്കേണ്ടത്, നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് ഇന്ന് നമ്മെ എന്തിനു വേണ്ടിയാണ് ഈ സന്ദേശത്തിൻ്റെ വക്താക്കളായി നിലനിർത്തുന്നത്? വ്യക്തി ജീവിതത്തെ അറിയുന്ന ദൈവം, വ്യക്തിബന്ധങ്ങളെ അറിയുന്ന ദൈവം, മോശയെ വിളിച്ച ദൈവം, മോശയെ നടത്തിയതായ ദൈവം, ഞാൻ എൻ്റെ ജനത്തിൻ്റെ നിലവിളി കേട്ട് എൻ്റെ ജനത്തിൻ്റെ അവസ്ഥ അറിഞ്ഞിരിക്കുന്നു. കണ്ണുനീർ കണ്ട് നീ പോയി അവരെ വിടുവിക്കണം, നീ അവരെ പോയി വിടുവിക്കണമെന്ന് പറഞ്ഞതായ ദൈവം ഈ നാളുകളിൽ നമ്മെ ഓരോരുത്തരെയും വിടുവിപ്പാൻ ശക്തനായിട്ട് നമ്മുടെ മുൻപിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ ദൗത്യമെന്ന് പറഞ്ഞാൽ, നമ്മൾ താൻ ദൈവത്തിൻ്റെ ജനത്തോടുകൂടെ മോശ കഷ്ടം സഹിച്ചതുപോലെ ഇന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ജനസമൂഹത്തോടൊപ്പം കഷ്ടം സഹിക്കുവാൻ, ആ ജനത്തിനു വേണ്ടി കരയുവാൻ, ഈ നഷ്ടപ്പെടുന്ന സമൂഹത്തെ വീണ്ടെടുക്കുവാൻ, അവരോടൊപ്പം നമുക്കും പങ്കാളികളായി തീരുവാൻ, ദൈവത്തിൻ്റെ വീണ്ടും വരവിനായിട്ട് അനേകരെ ഒരുക്കുവാനുള്ള പ്രക്രിയയിൽ പങ്കാളികളായി തീരുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും എടുത്തുപയോഗിക്കട്ടെ. ദൈവത്തിനറിയാം നാം ആരാകുന്നു എന്നും ദൈവം നമ്മളെ അതിനുവേണ്ടി ഉപയോഗിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. സർവശക്തൻ നമ്മെ കരങ്ങളിലെടുത്ത് വഹിച്ച് വഴി നടത്തുമാറാകട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനും നല്ലവനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. വചനം കേട്ടതായ ഓരോ മക്കളെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ അങ്ങ് അനുഗ്രഹിക്കണമേ. ഈ നാളുകളിൽ കർത്താവേ, ഞങ്ങളെ അങ്ങ് വിളിച്ചിരിക്കുന്നത് ഞങ്ങൾ ആരാണ് എന്നങ്ങ് മുന്നമേ അറിഞ്ഞിരിക്കുകയാൽ നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ പ്രദാനം ചെയ്യുന്ന ഞങ്ങളുടെ കുടുംബങ്ങൾ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, പ്രിയപ്പെട്ടവർ എല്ലാവരെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ തരുന്നു. കാത്തു പരിപാലിക്കുകയും വഴി നടത്തുകയും അങ്ങയുടെ കരങ്ങളിൽ വഹിക്കുകയും ചെയ്യണമേ. ഇനിയും കൂടി കാണുവോളം അങ്ങയുടെ ക്രൂശിൻ മറവിൽ കാത്തു പരിപാലിക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സകലതും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.